ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പഞ്ചാമൃതം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പഞ്ചാമൃതം എന്ന് പറയുമ്പം എല്ലാവർക്കും പഴനിയായിരിക്കും ഓർമ്മ വരിക. പക്ഷേ എനിക്കൊക്കെ ഞങ്ങൾ പഞ്ചാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. ഈ തൈപ്പൂയം എന്ന് പറയുന്ന ദിവസമാണ് സാധാരണ നമ്മൾ പഞ്ചാമൃതം ഉണ്ടാക്കുക നാട്ടിലെ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ല ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറേ പേര് എല്ലാവരും കൂടെ വീട്ടിലല്ല നാട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി ചേർന്നിട്ട് അങ്ങനെ നമ്മൾ ഈ തേരെന്ന് പറയാം. അതിന് ഈ തൈപ്പൂയം ദിവസത്തിന് തേരെന്നാണ് പറയാ. അപ്പൊ ഈ തേര് ദിവസം പാലക്കാടുള്ളവർക്ക് അറിയായിരിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ തേര് ആഘോഷിക്കണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ തേരിന്റെ ദിവസം എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ ഈ പഞ്ചാമൃതം ഉണ്ടാക്കും. പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 5 സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് കുറെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പൊ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം പഞ്ചാമൃതം ഉണ്ടാക്കുന്ന സമയമാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്നിപ്പം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കാൻ പോവാണെന്നുള്ളത്. അപ്പം ഞാൻ ഓർത്തു അയ്യോ ഇവിടെ നിന്ന് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് റെസിപ്പി പറഞ്ഞത്. അത് ഭയങ്കര സിമ്പിളാണ്, നീ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. അതും പഞ്ചാമൃതം ഉണ്ടാക്കാൻ ഇപ്പം ഇവിടെ അമേരിക്ക വരെ വരേണ്ടി വന്നു എന്നുള്ളൊരവസ്ഥയാണ്. കാരണം വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുറേ പേരൊക്കെ പഴവും ഇതൊക്കെ ചതയ്ക്കുന്നതും ഈന്തപ്പഴത്തിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞതായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ഇതാക്കുമല്ലോ, നമ്മൾ കീറി ഇടാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മ ഉണ്ടെന്നല്ലാതെ നമ്മൾ നാട്ടിലിരിക്കുമ്പോഴൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോഴാണല്ലോ ഇങ്ങനെയുള്ള നാടൻ സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് കൂടുതൽ തോന്നാം. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഭയങ്കര എളുപ്പമായിട്ടുള്ള സാധനമാണ്. അമ്മ റെസിപ്പി പറഞ്ഞു തന്നപ്പോഴാണ് ഇത്രയും ഈസി ആയിരുന്നു എന്ന് മനസ്സിലായത്. അപ്പൊ എന്തായാലും നമ്മൾക്കത് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള റെസിപ്പിയാണ് പറയുന്നത്, അല്ലാതെ ഒറിജിനൽ ആയിട്ട് എങ്ങനെയാണ് പഞ്ചാമൃതം ഉണ്ടാക്കുക അത് ചിലപ്പോൾ ഇച്ചിരിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പൊ നമ്മൾക്ക് എന്തായാലും പഞ്ചാമൃതം ഉണ്ടാക്കാം. മഞ്ഞൊക്കെ കണ്ടോ, ഇതിനൊന്നും ഒരു കുറവുമില്ല, ഇങ്ങനെ എപ്പോഴും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് അത് കഴിഞ്ഞ് നിൽക്കും. നമ്മൾ അന്ന് പെയ്തതിന് ശേഷം തൊട്ട് ഈ മഞ്ഞ് അലിയാനുള്ളൊരു സമയം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇത്തിരിയൊക്കെ ഇങ്ങനെ മരങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരും. അങ്ങനെയൊക്കെയാണ് മഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും പഞ്ചാമൃതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ശർക്കര. ഇപ്പം പൊടിയായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ പൊടി സാധാരണ നമ്മൾക്ക് അങ്ങനെ തന്നെ ഇടാം. നമ്മൾക്ക് ഈ പഞ്ചാമൃതം ഉണ്ടാക്കുമ്പം ഉരുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുക്കണമെന്നേ ഉള്ളൂ. വലിയ വെല്ലമാണെങ്കിലും അത് ഉരുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിയായിട്ട് തന്നെ കലക്കിയാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നാട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാറുണ്ട്. അപ്പം ഞാനൊരു 2.5 സ്പൂൺ പൊടിയായിട്ടുള്ള വെല്ലം ഇട്ടിട്ടുണ്ട്, ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പാവ് കാച്ചിയെടുക്കുകയാണ് ചെയ്യണത്. വെള്ളമായിട്ട് പറ്റില്ല, കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ ആവണം. അപ്പോൾ ഇതുപോലെ നല്ല ബബിൾസൊക്കെ വന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ ആ സമയം കൊണ്ട് ഇതിലോട്ട് തേങ്ങാക്കൊത്തും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നെയ്യ് ചൂടാക്കുക. അതിനുശേഷം നമ്മൾക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് വറുത്തെടുക്കാം. സാധാരണ പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 സാധനങ്ങളാണല്ലോ. പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, 5 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മൾ പക്ഷേ ഇവിടെ നാട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഈ തേങ്ങ എന്ന് പറയുന്നത്. സാധാരണ പഞ്ചാമൃതത്തിൽ തേങ്ങ ഇടാറില്ല. 5 സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം, തേന്, അതുപോലെ ശർക്കര, പിന്നെ നെയ്യ് ഉണ്ടാവും, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, മുന്തിരി. ഇത്രയും സാധനങ്ങളാണ്. ഇതെപ്പോഴും മറന്നു പോകും എനിക്ക്. അപ്പോൾ ഈ ഒരു 5 സാധനങ്ങളാണ് ശരിക്കുള്ള പഞ്ചാമൃതത്തിൽ ഉണ്ടാവുക. പിന്നെ നമ്മളിപ്പം ഇതിനകത്തോട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുന്തിരി ഉണ്ട്, അതുപോലെ വെല്ലം ഇപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്, തേങ്ങാക്കൊത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം ഇടും ഇതിലോട്ട്. ഈന്തപ്പഴം നമ്മൾ ഇങ്ങനെ കീറിയിട്ട് വേണമെങ്കിൽ ഇടാം കൈ കൊണ്ട്, അല്ലാതെ ഞാനിപ്പം ഇതിപ്പോൾ ഇത്തിരിയല്ലേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് കുറച്ചിങ്ങനെ മുറിച്ചിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം വലിയൊരു റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം മറ്റേ ചെറുപഴം ഉണ്ടല്ലോ, അത് എടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിനാണല്ലോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുള്ളത്.
അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു പഴത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പഴം എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ ചെറുപഴത്തിൻ്റെ അത്രയും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കണുള്ളൂ. ജസ്റ്റ് ഇതിപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യണതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം നമ്മൾക്ക് എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. അതിന് ശേഷം പിന്നെ നമ്മൾക്ക് പിന്നീട് വേണമെങ്കിൽ കുറേ ആയിട്ട് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞാൻ വെല്ലം എന്ന് വെച്ചാൽ ശർക്കര കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് മധുരം സാധാരണ പഞ്ചാമൃതത്തിന് നല്ല മധുരം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഒരുപാട് ഇങ്ങനെ മധുരമായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുന്നത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് പഞ്ചാമൃതത്തിൻ്റെ കളറ് കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ട് വേണമെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത്ര ഡാർക്കായിട്ടുള്ളതല്ല ഈ ഒരു ശർക്കര എടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ അത്ര ഡാർക്കായിട്ടുള്ളതും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ആ പഞ്ചാമൃതത്തിൻ്റെ കളറിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവേ. പിന്നെ നമ്മൾ ഇപ്പം ഈന്തപ്പഴം കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഇടുന്ന ഒരു കാര്യമാണ് കരിമ്പ് നമ്മളുടെ ഈ ഒരു നാട്ടിലുണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. കരിമ്പ് ഇടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് കഴിക്കുമ്പം. പക്ഷേ ഇത് നമ്മുടെ എന്തായാലും മറ്റേ പൊങ്കലിന് വാങ്ങിയിട്ടുള്ള കരിമ്പിൻ്റെ അവസാനത്തെ കഷ്ണമായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞതിൽ കരിമ്പും കൂടെ ഉണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസ് ആയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇട്ടതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കരിമ്പ് ഇടണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് മെയിനായിട്ട് ഈ ഒരു 5 സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ പഞ്ചാമൃതം ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പം എന്തായാലും നമ്മൾക്ക് കരിമ്പ് മുറിച്ചെടുക്കാം. പക്ഷേ ഈ കരിമ്പ് മുറിച്ചെടുക്കുമ്പം കരിമ്പ് ഇങ്ങനെ പഞ്ചാമൃതത്തിൽ ഇടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിരിക്കുമ്പോഴേക്കും ഇങ്ങനെ പഞ്ചാമൃതം കഴിക്കുമ്പം ഈ തേങ്ങാക്കൊത്തും ഉണ്ടാവും, കരിമ്പും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ നമ്മൾക്ക് വായിലിട്ട് കഴിക്കുന്ന സമയത്ത് അറിയില്ല അതിൻ്റെ ഡിഫറൻസ്, ഏതാണ് തേങ്ങാക്കൊത്തെന്ന് കടിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ കരിമ്പാവുമ്പോൾ നമ്മൾക്ക് വിഴുങ്ങാൻ പറ്റത്തില്ലല്ലോ, കടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അത് കളയണ്ടേ നമ്മൾക്ക്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നേ. ഇങ്ങനെ തേങ്ങാക്കൊത്താന്ന് വിചാരിച്ചിട്ട് കഴിക്കും. പക്ഷെ കഴിച്ച് കഴിയുമ്പോഴാണ് അതങ്ങ് വിഴുങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കരിമ്പ് ഇടണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ, തേങ്ങാക്കൊത്ത് പക്ഷേ ഒരു ഇത്രയും മധുരമുള്ള ഒരു പഞ്ചാമൃതം ആയതുകൊണ്ട് തന്നെ നമ്മൾക്കത് തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം കരിമ്പ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാരങ്ങ എടുക്കുന്നുണ്ട്. നാരങ്ങ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. എന്നുവെച്ചാൽ ഇപ്പം ഈ ഒരു പഴത്തിന് ഞാൻ കട്ട് ചെയ്തത് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് കഴുകാൻ പോയതാണ്. ഇപ്പം കഴുകിയതിന് ശേഷം നമ്മൾക്ക് നാരങ്ങ ഒരു ഇത്തിരി ഭാഗം കട്ട് ചെയ്യാം. അതും ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഞാനവിടെ തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്, തേന് വേണം നമ്മൾക്ക്. പിന്നെ മുന്തിരി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, മുന്തിരിയും വേണം. നാരങ്ങ നമ്മൾ ഇതിലിടുമ്പം അതും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നമ്മൾ പഞ്ചാമൃതം കഴിക്കുമ്പം നല്ലൊരു പുളിയുടെ ടേസ്റ്റ് വരും. നല്ല രസമാണത്. എന്നാലും ഇതും ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം പഞ്ചാമൃതത്തിൽ മെയിനായിട്ടുള്ള പഞ്ചാമൃതത്തിൽ നാരങ്ങയും കരിമ്പും ഈന്തപ്പഴമൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇനി അടുത്തത് ഇതേ പഴമാണ്. അപ്പോൾ പഴത്തിന് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് വേണം അത് തിരുമ്മി എടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിലിട്ട് അടിച്ച് വെള്ളം പോലെ ആക്കരുത്. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് സാധാരണ നമ്മൾ പഴമൊക്കെ അങ്ങ് മിക്സ് ചെയ്യുക. ഇല്ലയെന്ന് വെച്ചാൽ സ്പൂൺ വെച്ചും ചെയ്യാം. ചിലപ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫോക്ക് വെച്ചോ സ്പൂൺ വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നാടൻ റെസിപ്പിയല്ലേ, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയുടെ പൊടി കൂടെ ഇടുന്നുണ്ട്. ചുക്കിൻ്റെ പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂണോളം ഇട്ടാൽ മതി, അത്രയും വേണ്ട, അതിലും കുറച്ച് മതി. പിന്നെ തേനിടുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാം അരിഞ്ഞു വെച്ചത് ഈന്തപ്പഴം, പിന്നെ കരിമ്പ്, നാരങ്ങ, തേങ്ങാക്കൊത്ത് അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഴവും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് കുറച്ച് നെയ്യ്, നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത നെയ്യ് ഉണ്ടല്ലോ അതൊഴിക്കാം. അത് കുറച്ച് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് സാധാരണ കട്ടിയായിട്ടുള്ള നെയ്യാണെങ്കിൽ ഒഴിച്ചാൽ മതി. പിന്നെ നമ്മളുടെ ഈ വെല്ലം പാവ് കാച്ചിയതിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസായിട്ടുള്ളത് പറ്റില്ല, അങ്ങനെ ആകുമ്പോൾ ഒത്തിരി വെള്ളം പോലെ ആയിപ്പോവും. അപ്പം നല്ല കട്ടിയാക്കിയിട്ടുള്ള ശർക്കര പാനി തന്നെ ഉപയോഗിക്കാം.
ഇനി ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് വേറെ ഒന്നും ഇല്ല പണി, ഭയങ്കര ഈസിയാണ്. അഥവാ നമുക്കിപ്പം തേങ്ങാക്കൊത്തും വേണ്ട, അതുപോലെ ശർക്കരയും നമ്മൾക്കിങ്ങനെ പാവ് കാച്ചണ്ടെന്ന് വെച്ചാൽ ഇത് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യം കൂടെ ഇല്ല ഈ പഞ്ചാമൃതം ഉണ്ടാക്കാൻ. അത്രയ്ക്ക് എളുപ്പമാണ്. നമ്മുടെ ഈ പഴവും അതുപോലെ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് വേണ്ടത് അതെല്ലാം കൂടെ ഇട്ടിട്ട് ശർക്കരയിലിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗറാണ് എൻ്റെ ഉള്ളത്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൽക്കണ്ടും ചേർക്കാം. കൽക്കണ്ടമാണ് സാധാരണ ചേർക്കാറുള്ളത് നമ്മൾ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കൽക്കണ്ടം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റും ആ മണം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കറക്റ്റായിട്ടുണ്ടെന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും ഷെയർ ചെയ്തേക്കാനും ഒന്നും മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.